എന്തിനായിരിക്കും ചിരിക്കുന്നതെന്നാ? നമ്മളെ ലെവലുണ്ടല്ലോ, ടെലിഗ്രാമിലും നമ്മളെ ലൈവ് സ്ട്രീമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നു. ആ ലെവൽ മെറ്റിഗേറ്റ് ചെയ്തു ഓൾറെഡി. മാർക്കറ്റ് അവിടുന്ന് റിയാക്ഷൻ കാണിച്ചു. ഈവൻ എൻ്റെ പ്രീവിയസ് റീലിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു, അക്കൗണ്ട് കണ്ടല്ലോ 8,000 ക്രോസ് ചെയ്തു. ഒരു കാര്യം പറയണമെന്ന് കരുതി. ഞാൻ ഇന്നലെ സ്ട്രീമിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് മൊബൈലിൽ നിന്നും ഇങ്ങനെ ട്രേഡ് എടുക്കുന്നത് ഒഴിവാക്കിയിട്ട് ഒരു ടാബെങ്കിലും വാങ്ങിയിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആ സമയത്ത് കമൻറ്റ് ചെയ്തിരുന്നു, എന്താ ബ്രോ മൊബൈലിൽ ചെയ്തുകൂടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ അത് പറയാനുള്ളൊരു റീസൺ എന്തായിരുന്നു വെച്ചാൽ, നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആവണം. കാഷ്വലായിട്ട് ട്രേഡ് എടുക്കുന്നത്, നിങ്ങൾ ഒരുപാട് കാഷ്വൽ ട്രേഡിങ് അല്ലെങ്കിൽ നിങ്ങളൊരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി ട്രേഡ് എടുക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ ഒരു 90% ട്രേഡിങ്ങിലുള്ള നിങ്ങളെ ലോസസ് ഇല്ലേ, അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. ഒരു ബിസിനസ് പോലെ കണക്കാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു സെറ്റപ്പിൽ ഇരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. അനാവശ്യമായിട്ട് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കി വെറുതെ ഒരു ട്രേഡ് എടുക്കുക. ഇന്ന് നല്ലൊരു ദിവസമാണ്, ഇത് മുകളിലോട്ട് പോകുന്ന തോന്നുന്നത്, അല്ലെങ്കിൽ ഇത് താഴോട്ട് പോകുന്ന തോന്നുന്നത്, അങ്ങനെ ഹോപ്പ് ട്രേഡിങ് ഒഴിവാക്കുക. ജിമ്മൊന്നും ട്രേഡിങ് ഒഴിവാക്കുക. വെറുതെ അനാവശ്യമായിട്ട് ബാത്റൂമിൽ പോകുമ്പോഴും അവിടുന്ന് ഇവിടുന്ന് കല്യാണ വീട്ടിൽ നിന്നൊക്കെ ട്രേഡ് എടുക്കുന്നതൊക്കെ ഒഴിവാക്കുക. അനാവശ്യമായിട്ടുള്ള എല്ലാ ട്രേഡ്സും ഒഴിവാക്കുക. ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. ഒരു ബിസിനസ് പോലെ കണക്കാക്കുക. നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്തൊന്നും കയറി ട്രേഡ് ചെയ്യാതിരിക്കുക. പ്രോപ്പറായിട്ട് നിങ്ങൾ ആ സെറ്റപ്പ് റെസ്പെക്റ്റ് ചെയ്യുന്ന ലെവൽസൊക്കെ നോക്കി കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പം കണ്ട എമൗണ്ടില്ലേ, അത് $10 ആയിരുന്നു ഗൈസ്. ആ $10 $8,000 റീച്ച് ചെയ്തിട്ടുള്ളത്. സോ കീപ് ദ ഡിസിപ്ലിൻ ഗൈസ്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഗുഡ് ലക്ക്.